ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് കുറ്റിപ്പള്ളം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അഹ്ലുസുന്നയുടെ ഒരു മർക്കസ് നിർമ്മിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മളൊരു സ്ഥലം മേടിക്കുകയും ആ സ്ഥലത്ത് ഇതുപോലെ ഒരു ഷെഡ് നിർമ്മിച്ച് ഇവിടെ ജുമുഅയും അതുപോലെ തന്നെ നിസ്കാരങ്ങളും മറ്റു ദീനി പഠന ക്ലാസുകളുമൊക്കെ നടന്നു വരല് തുടങ്ങി ഏകദേശം 2 വർഷത്തോളമായി. ഈ അടുത്താണ് നമുക്ക് നമ്മൾ വാങ്ങിയ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഷെഡ് നിർമ്മിക്കാനും നമസ്കാരവും ജുമുഅയൊക്കെ മാറ്റാൻ സാധിച്ചത്. അതുവരെ ഇവിടെ അടുത്തുള്ള ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും നിസ്കാരങ്ങളാണെങ്കിലും ഒക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യവും അവന്റെ വലിയൊരു ഫളലുമാണിത്. അതിന് അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ സ്തുതിക്കുകയും അതുപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് വാങ്ങി നൽകുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു പഠന ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ മജ്‌ലിസുൽ ഇൽമ് എന്ന രൂപത്തിൽ നമ്മൾ നടത്തുന്നത്. അതിനു മുമ്പ് പലപ്പോഴായി തുടക്കത്തിൽ നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ക്ലാസ് പിന്നീട് അത് നമ്മുടെ വാടക ബിൽഡിങ്ങിലേക്ക് വന്നു. അവിടെ തുടർച്ചയായി ക്ലാസ്സുകളും കാര്യങ്ങളും നടന്നു. അങ്ങനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും തൗഹീദിന്റെ ശബ്ദവും സുന്നത്തിന്റെ ശബ്ദവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ സമയവും ചിലവഴിച്ച് കഴിവിന്റെ പരമാവധി നമ്മൾ പ്രയത്നിക്കുകയും അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ക്യാമ്പിലെ ഒന്നാമത്തെ വിഷയം അറിവിന്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയാകട്ടെ മനുഷ്യവർഗത്തെയാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് നൽകുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിർബന്ധമായി നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്തുകളായ ഫറളുകളായ ഇബാദത്തുകളുണ്ട്. അതുപോലെ തന്നെ ഐച്ഛികമായ സുന്നത്തുകളായ തതവ്വുകളായ ഇബാദത്തുകളും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ
ആ ഇബാദത്തുകളിൽപ്പെട്ട ഒരു പക്ഷേ ഇബാദത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെയുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങളും ഒക്കെയാണ് ഒരു പക്ഷേ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടി വരിക. എന്നാൽ ആ ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇൽമു ശർഈ, ശർഈയായ ഇൽമ് പഠിക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിമിന്റെ മേലും വിജ്ഞാനം, ശർഈയായ മതപരമായ അറിവ് നേടുക, അത് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധ ബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്തും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ആ ഇബാദത്തിന് 2 ഷർത്തുകൾ ഉണ്ടായിരിക്കണം, 2 നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അൽ ഇഖ്ലാസു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് മുതാബഅത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക, പിൻപറ്റുക എന്നുള്ളത്. അത് ശർഈയായ ഇൽമു നേടുന്നതിലും ആ 2 നിബന്ധനകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ അത് വേണം. അള്ളാഹുവിന്റെ തൃപ്തി അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം മതപരമായ വിജ്ഞാനം നമ്മൾ നേടുന്നത്. അത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചുമായിരിക്കണം. അതുകൊണ്ടാണ് ഈ ശർഈയായ ഇൽമ് നേടിയ ഉലമാക്കന്മാരായ ആളുകൾ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അഥവാ ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള വിജ്ഞാനങ്ങളുണ്ട്, ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് വിജ്ഞാന ശാഖകളുണ്ട്. ഭൗതികമായ രംഗത്തായാലും ശരി, ഇനി മതപരമായ രംഗത്തായാലും ശരി, മതത്തിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ തന്നെ വ്യത്യസ്തമായ വിജ്ഞാനത്തിന്റെ ശാഖകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ വിജ്ഞാനത്തിന്റെ ശാഖകളിൽ ഏറ്റവും ഉന്നതമായതും ഏറ്റവും മഹത്വമേറിയതും അതുപോലെ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നമുക്ക് കൊണ്ടുവന്ന് തന്ന വിജ്ഞാനം, അറിവ്, ആ വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ അറിവെന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അവന്റെ അസ്മാഉകളും അവന്റെ സിഫാത്തുകളും അവന്റെ അഫ്ആലുകളും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീനിനെ കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നിയമമാക്കിയിട്ടുള്ള മതനിയമങ്ങളെ കുറിച്ചുമൊക്കെ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ഈ വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ അല്ലെങ്കിൽ ഏറ്റവും അഫ്ളലായ വിജ്ഞാനം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിച്ചിട്ട് 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന ആ കലിമത്തു തൗഹീദ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വം 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ചെയ്തു. പ്രവാചകന്റെ 53-ാമത്തെ വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അങ്ങനെ മദീനയിൽ എത്തിയ ശേഷം പ്രവാചകന് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, പ്രവാചകന്റെ പേരിൽ തന്നെയുള്ള സൂറത്ത് മുഹമ്മദ് എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ വീണ്ടും അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലിബകും വമസ്വാകും എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ അറിയണം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് 13 കൊല്ലക്കാലം മക്കയിൽ പ്രബോധനം ചെയ്തത്. എന്നിട്ടും മദീനയിലെത്തിയപ്പോ അള്ളാഹു വീണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഫഅലം നീ പഠിക്കണം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്ന ശർഈയായ ഇൽമു നേടുക എന്നല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അതൊക്കെ ശപിക്കപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലാ ഇന്ന ദുനിയ മൽഊന, അറിയണം തീർച്ചയായും ദുനിയാവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. മൽഊനു മാ ഫീഹാ, ആ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും ശപിക്കപ്പെട്ടതാണ്.
ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹു വആലിമുൻ വമുതഅല്ലിമുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റും അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഇൽമുള്ളവനും അത് പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും അതല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശർഈയായ മതപരമായ ഇൽമ് നേടുക എന്നുള്ളത് ഇബാദത്തുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാകുന്ന കർമ്മങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് മതപരമായ അറിവ് പഠിക്കുക, അത് നേടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളലുൽ ഇൽമി ഖൈറുൻ മിൻ ഫളലിൽ ഇബാദ. ഇബാദത്തിന്റെ ശ്രേഷ്ഠതയേക്കാൾ ഇൽമ് നേടുക എന്നുള്ളതിന് ശ്രേഷ്ഠതയുണ്ട്. വഖൈറു ദീനിക്കും അൽ വറഉ. നിങ്ങളുടെ ദീനിൽ ഏറ്റവും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് അൽ വറഉ അഥവാ തഖ്വയാണ്, സൂക്ഷ്മതയാണ്, ഭയഭക്തിയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഇൽമിന്റെ ശ്രേഷ്ഠതയും അത് നേടുന്നതിനെ കുറിച്ചും അത് നേടുന്നതിനു വേണ്ടി പ്രയാസങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കുന്നതിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസിൽ വന്നൊരു സംഭവം പറയാം. ഒരിക്കൽ മദീനയിൽ നിന്ന് ഒരു മനുഷ്യൻ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അബൂ ദർദ ആണെങ്കിൽ അദ്ദേഹം ദിമഷ്കിലാണുള്ളത്, ഡമസ്കസിലാണുള്ളത്. അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു. ആ സമയത്ത് അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മാ അഖദമുക യാ അഖി, അല്ലയോ സഹോദര, നിന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച ഘടകമെന്താണ്, എന്ത് കാര്യമാണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഹദീസുൻ ബലഅനി അന്നക തുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ഹദീസ്, ആ ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം എനിക്ക് ലഭിച്ചു. അതാണ് ഞാൻ അങ്ങയെ തേടി ഇങ്ങോട്ട് വരാനുള്ള, അഥവാ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് ദിമഷ്കിലേക്ക് വരാനുള്ള കാരണമെന്ന് അയാൾ പറഞ്ഞു. ആ സമയത്ത് വീണ്ടും അബൂ ദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ ജിഅത ലിഹാജത്തിൻ, നീ വേറെ വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി വന്നതാണോ? ഖാല, അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതല്ല. വീണ്ടും അബൂ ദർദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ ഖദിംത ലിതിജാറത്തിൻ, നീ വല്ല കച്ചവടത്തിനും വല്ല ബിസിനസ്സും ചെയ്യാൻ വേണ്ടിയാണോ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് ദിമഷ്കിലേക്ക് വന്നത്? ആ സമയത്തും ഖാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല, മാ ജിഅതു, ഞാൻ വന്നിട്ടില്ല, ഇല്ല ഫീ ത്വലബി ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ അന്വേഷിച്ചുകൊണ്ടല്ലാതെ. അപ്പൊ ഞാൻ വന്നത് അല്ലാഹുവിന്റെ റസൂലിന് താങ്കൾ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അത് താങ്കൾ കേട്ടിട്ടുണ്ട്, അത് താങ്കൾ റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് മാത്രമാണ്. ദുന്യവിയായ കച്ചവടമോ അതല്ലെങ്കിൽ ദുന്യവിയമായ മറ്റൊരു വല്ല ലക്ഷ്യമോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അബൂ ദർദ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവ് അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അവന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ പ്രവേശിപ്പിക്കും. വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിളാഅ ലിതാലിബി ഇൽമിൻ. അറിവന്വേഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മലായികത്തുകൾ അവരുടെ ചിറകുകൾ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിയിട്ട് കൊടുക്കും. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അറിവ് നേടിയ ഒരു മനുഷ്യന് ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും എല്ലാ ചരാചരങ്ങളും അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കും, പാപമോചനത്തിനെ ചോദിക്കും. ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വീണ്ടും അബൂ ദർദ പറഞ്ഞു കൊടുക്കുകയാണ്, വഫദലുൽ ആലിമി അലൽ ആബിദ്. ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ ഇൽമ് കരസ്ഥമാക്കുന്ന, അറിവ് കരസ്ഥമാക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ശ്രേഷ്ഠത കഫദലുൽ ഖമരി അലാ സായിരിൽ കവാകിബി. മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് ചന്ദ്രനെ എത്രത്തോളം വ്യതിരിക്തമാക്കുന്നുവോ അതുപോലെയാണ് അതിന്റെ ശ്രേഷ്ഠത. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, തീർച്ചയായും പണ്ഡിതന്മാർ, അറിവുള്ളവർ, അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ. അമ്പിയാക്കന്മാർ ദീനാറോ ദിർഹമോ അല്ല അവർ ഇവിടെ ബാക്കിയാക്കി പോയിട്ടുള്ളത്, അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. ഇന്നമാ വറസുൽ ഇൽമ,
തീർച്ചയായും അവർ വിജ്ഞാനത്തെയാണ് അനന്തരമാക്കി വിട്ടേച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഫമൻ അഖദ ബിഹി അഖദ ബിഹവ്വിൻ വാഫിർ, ആരെങ്കിലും അത് കരസ്ഥമാക്കേണ്ട രൂപത്തിൽ അത് കരസ്ഥമാക്കിയാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അവനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഈ ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഈ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് വന്ന ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, അപ്പൊ അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ അതിനുവേണ്ടി യാത്ര ചെയ്യുകയും അത് നേടാൻ വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്താൽ അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുകയും അത് പഠിക്കുകയും അത് അറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർ നമ്മളെ പോലെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി. ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ, അവന്റെ പ്രതിഫലമല്ലാതെ, നാളെ പരലോകത്ത് അവനെ കണ്ടുമുട്ടുക എന്നതല്ലാതെ അവർ യാതൊന്നും തന്നെ ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അൻഖൂമൂ മഗ്ഫൂറൻ ലക്കും, ഇതാ നിങ്ങൾ ആ സദസ്സിൽ നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്ന അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള അവന്റെ മതപരമായ ശർഈയായ ഇൽമു നേടുന്നതിന് ഒരുമിച്ചിരുന്നിട്ടുള്ള ആളുകളെ നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കൂ, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. അത് ബദ്ദൽതു സയ്യിആതികും ഹസനാത്, നിങ്ങളുടെ തിന്മകളെ അള്ളാഹു നിങ്ങൾക്ക് നന്മകളാക്കി മാറ്റി തരികയും ചെയ്തിട്ടുണ്ട് എന്ന് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശർഈയായ ഇൽമ് അഥവാ മതപരമായ അറിവ് അത് നേടുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വസിയ്യത്ത് നൽകിയിട്ടുള്ളതും അവിടുന്ന് ഉപദേശം നൽകിയിട്ടുള്ളതും അതാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയൽതീകും അഖ്വാമുൻ യത്ലുബൂനൽ ഇൽമ, ശേഷം പിന്നീട് ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? യത്ലുബൂനൽ ഇൽമ, അവർ ഇൽമിനെ അന്വേഷിക്കുന്നവരാണ്. ഏത് ഇൽമാണ് അവർ അന്വേഷിക്കുക? ശർഈയായ മതപരമായ അതുപോലെ തന്നെ ദീനിന്റെ വിജ്ഞാനങ്ങളെ അവർ തേടുന്നവരാണ്, അന്വേഷിക്കുന്നവരാണ്. ഫൈദാ റഅയ്തുമൂഹും, അങ്ങനെ അറിവന്വേഷിക്കുന്നവരെ ശർഈയായ ഇൽമിനെ തേടുന്നവരെ നിങ്ങൾ കണ്ടാൽ ഫഖൂലൂ ലഹും, അവരോട് നിങ്ങൾ പറയണം, മർഹബൻ മർഹബൻ ബിവസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് കൊണ്ട് നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം. എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം വഖ്നൂഹും, അഥവാ അവർക്ക് നിങ്ങൾ അല്ലിമൂഹും, അവർക്ക് നിങ്ങൾ ശർഈയായ ദീനിയായ വിജ്ഞാനങ്ങൾ അത് അന്വേഷിക്കുന്നത് തേടുന്ന ആളുകൾക്ക് അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്നു മാജ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, അള്ളാഹുവിന്റെ ഒരു ചെറിയ ഭവനമാണ്, ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ, അതുപോലെ തന്നെ അവന്റെ ഫളലും ഔദാര്യവും ഉണ്ടെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ വിശാലമായ വലിയൊരു അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അവന്റെ ദീനിനെ കുറിച്ച് കേൾക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുക? നമ്മുടെ ഈ ഇരുത്തം, അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് യാത്ര ചെയ്തു വന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, നമ്മുടെ മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ദിവസം അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്നതിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ചിരുന്ന ഈ ഇരുത്തം അതൊരിക്കലും നമുക്ക് പാഴായി പോകുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവർ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഭൗതികമായ വല്ല ലക്ഷ്യത്തിനും വേണ്ടിയല്ല, ദുനിയാവിന്റെ വല്ല നേട്ടത്തിനും വേണ്ടിയല്ല, ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ല, മറിച്ച് യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് അവർ വായിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ അവർ പാരായണം ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് അവർ പഠിക്കുകയാണ്, അത് പരസ്പരം ചൊല്ലിക്കൊടുക്കുകയാണ്. വയതദാറസൂനഹു ബൈനഹും, അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത്
ചെയ്ത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങളും ഒക്കെ അവർ പരസ്പരം പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ എങ്കിൽ അള്ളാഹുവിന്റെ സമാധാനം, അവന്റെ ശാന്തി അവരുടെ മേൽ ഇറങ്ങുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം അവരെ വലയം ചെയ്യുക തന്നെ ചെയ്യും. മലക്കുകൾ അവരെ വലയം ചെയ്യുകയും അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കലുള്ളവരെ അള്ളാഹുവിനോട് അവരെ കുറിച്ച് അള്ളാഹു പറയുകയും അവരെ കുറിച്ച് അള്ളാഹു സ്മരിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ അവന്റെ ദീന് പഠിക്കുന്നതിന് വേണ്ടി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ ഒരുമിച്ച് കൂടൽ, ഇതിൽ അള്ളാഹുവിന്റെ സക്കീനത്ത്, അവന്റെ സമാധാനം നമുക്കിറങ്ങും. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മെ വലയം ചെയ്തിട്ടുണ്ട്, അവന്റെ കാരുണ്യം നമ്മെ പൊതിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ഇരുത്തവും അതുപോലെ തന്നെ ഈ സദസ്സും അത് സ്വർഗത്തിന്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ മറർതും ബിരിയാദിൽ ജന്ന ഫർതഉ, നിങ്ങൾ സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽപ്പെട്ട തോട്ടങ്ങളുടെ അടുക്കിലൂടെ നിങ്ങൾ നടന്നു പോയാൽ അതിലേക്ക് നിങ്ങൾ അറിയണം. വമാ റസൂലു സ്വഹാബത്ത് ചോദിച്ചു, ഖാലു വമാ റിയാദുൽ ജന്ന, അള്ളാഹുവിന്റെ പ്രവാചകരെ ആ സ്വർഗത്തിന്റെ തോട്ടങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളാണത്. അള്ളാഹുവിന്റെ ദീന് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്ന സദസ്സുകളാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ അവന്റെ ഭവനത്തിൽ അവന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ കേൾക്കാൻ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടുള്ള പ്രതിഫലം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഉദാ ഔ റാഹ ഇലൽ മസ്ജിദി, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് പോയാൽ അതല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിലേക്ക് പോയാൽ, അവൻ പള്ളിയിലേക്ക് പോയത് എന്തിനു വേണ്ടിയാണ്? ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമു, അല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി. ഒരാൾ രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരത്തോ ഒരു കാര്യം, ഒരു ദീനിന്റെ കാര്യം, ശർഈയായ ഒരു ഇൽമ് ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അത് കേൾക്കുന്നതിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞു പോയാൽ കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു എന്നാണ്. അയാൾക്ക് ഒരു ഹാജി പരിപൂർണമായി ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ വന്നിരിക്കുന്ന ഈ ഇരുത്തം, അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ ദീന് പഠിക്കുക, അത് കേൾക്കുക, അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. എങ്കിൽ ആ ഇരുത്തത്തിലൂടെ ആ ലക്ഷ്യവും ആ നീയത്തുമാണ് നമുക്കെങ്കിൽ ഒരു ഹജ്ജ് ചെയ്തവന്റെ പരിപൂർണമായ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസുകളിൽ, സദസ്സുകളിൽ ഇരിക്കുന്നതിന്റെ രൂപം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇരിക്കുന്ന ഇരുത്തത്തിന് ഫضലുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ തന്റെ സ്വഹാബത്തുമായി ഇരിക്കുന്ന ഒരു ഇരുത്തമാണ്. സ്വഹാബികളും റസൂലുള്ളാഹിയും പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് 3 ആളുകൾ കടന്നു വരികയാണ്. 3 ആളുകളുടെ ഒരു സംഘം കടന്നു വരുന്നു. 2 ആളുകൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വന്നു. ഒരാൾ തിരിച്ചുപോയി എന്നാണ്, അല്ലെ? ഒന്നാമത്തെ ആൾ ആ സദസ്സിലേക്ക് വന്നു നോക്കിയപ്പോൾ സദസ്സിന്റെ മുൻഭാഗത്ത് തന്നെ ഒരു ഒഴിവ് കണ്ടു. അവിടേക്ക് അയാൾ കയറിയിരുന്നു. 2ാമത്തെ ആള് സദസ്സിന്റെ മുന്നിലിരിക്കാൻ ഒരു ലജ്ജ, മടി കാണിച്ചു. എന്നിട്ട് അയാൾ ബേക്കിൽ പോയിരുന്നു. 3ാമത്തെ ആൾ ആ സദസ്സിലേക്ക് തന്നെ കയറിയില്ല, തിരിച്ചുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ അവിടുന്ന് വിരമിച്ചപ്പോ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുകും അനിൻ നഫരി സലാസ, 3 ആളുകളുള്ള ഒരു സംഘത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അമ്മ അഹദുഹും, അവരിൽ ഒരാൾ ഫആവാ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അയാൾ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിച്ചു, അല്ലാഹു അയാൾക്ക് അഭയം നൽകി. അതുപോലെ തന്നെ വഅമ്മൽ ആഖർ, 2ാമത്തെ മനുഷ്യൻ ഫസ്തഹിയ, അയാൾ ലജ്ജിച്ചു, മടി കാണിച്ചു. ഫസ്തഹിയല്ലാഹു മിൻഹു, അല്ലാഹുവിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിൽ നിന്നും ലജ്ജിച്ചു. വഅമ്മൽ ആഖർ, 3ാമത്തെ ആള് ഫഅറള, അവൻ തിരിഞ്ഞു കളഞ്ഞു. ഫഅറളല്ലാഹു അൻഹു, അല്ലാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് ഗുണപാഠമുണ്ട്. ഒരു ഇൽമിന്റെ സദസ്സിലേക്ക്, ഒരു മജ്ലിസിലേക്ക് വരുമ്പോ ആ സദസ്സിന്റെ മുൻഭാഗത്ത് ഒഴിവുള്ള സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത്, എങ്കിൽ അല്ലാഹുവിലേക്ക് അവൻ അഭയം പ്രാപിച്ചവനാണ്. അല്ലാഹു അവൻ
സമയം നൽകുന്നവനാണ്. ആ സദസ്സിൽ മടി കാണിച്ച് ലജ്ജയോടുകൂടി അതിന്റെ വേക്കിലേക്ക് പോകാതെന്നാൽ അള്ളാഹു അവന്റെ കാര്യത്തിൽ ലജ്ജിക്കുമെന്നാണ്. എന്നാൽ ആ സദസ്സിലേക്ക് തന്നെ വരാതെ അതിൽ കയറിയിരിക്കാതെ അവഗണിച്ചു കളഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവരിൽ നിന്നും അവഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇൽമിയായ ശർഈയായ മതപരമായ വിജ്ഞാനം നേടണമെന്ന അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കളുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യം ലഭിക്കുന്നത് ആരാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ എന്നോട് ഈ ചോദ്യം അഥവാ ഈ ഹദീസിനെ കുറിച്ച് ആദ്യം നീയാണ് ചോദിക്കുക എന്ന് എനിക്ക് വിചാരമുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം നിന്റെ അറിവിനോടുള്ള താല്പര്യം, ഹദീസിനോടുള്ള താല്പര്യം, അത് നേടാനുള്ള താല്പര്യം, അതുകൊണ്ട് നീയായിരിക്കും ആദ്യം എന്നോട് അത് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി എന്ന്. അഥവാ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ സൗഭാഗ്യം ലഭിക്കുക എന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇൽമു നേടണം. നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്ന വിഷയങ്ങൾ ഏറ്റവും പ്രധാനമുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. തൗഹീദിനെ സംബന്ധിച്ച്, ശിർക്കിനെ സംബന്ധിച്ചും, സുന്നത്തിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ബിദ്അത്തിനെ സംബന്ധിച്ചും, പരലോകത്തെ സംബന്ധിച്ചും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം ഇസ്ലാമികമായിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നത്. പരിപൂർണമായി ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ ഇവിടെ പരിശ്രമിച്ചിട്ടുള്ള, അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വളരെ നേരത്തെ, അതുപോലെ തന്നെ വളരെ ദൂരത്ത് നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്തു വന്നിട്ടുള്ള നമ്മുടെ മുതിർന്ന ദാഇമാരായ ആളുകൾക്ക് അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇനിയും ഈ ദീനിന്റെ രംഗത്ത് യാത്ര ചെയ്ത അല്ലാഹുവിന്റെ ഇൽമ് എത്തിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുവാനാകട്ടെ. അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് പരിപൂർണമായി ഈ സദസ്സിൽ ഉൾക്കൊള്ളുകയും പരിപൂർണമായി അച്ചടക്കത്തോടുകൂടി ദീനിന്റെ വിഷയങ്ങൾ പരിപൂർണമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.